അക്കാഡമിയുടെ +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതാണ്. ആ ചാപ്റ്ററിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് രണ്ട് തരത്തിലാണ് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നത്. ഒന്ന് സീരീസ്, രണ്ട് പാരലൽ. അപ്പോൾ നമ്മൾ ഈ സെക്ഷനകത്ത് റെസിസ്റ്റേഴ്സ് ഇൻ പാരലലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പാരലൽ കണക്ഷനകത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. പാരലൽ കണക്ഷനകത്ത് വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ് എപ്പോഴും ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും, രണ്ട് കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പാരലൽ കണക്ഷനകത്ത് കറണ്ട് ഡിഫറൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഒരു വാക്ക് കൊടുത്തിരിക്കണം, PCD. അപ്പോൾ പാരലൽ കണക്ഷനിൽ കറണ്ട് ഡിഫറൻ്റ് ആണ്. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എടുത്തിട്ടായിരിക്കും നമ്മൾ സാധാരണ ടോട്ടൽ റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫിഗർ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ R1, R2, R3 എന്ന് പറഞ്ഞ മൂന്ന് റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് പാരലൽ കണക്ഷൻ? നമ്മൾ കപ്പാസിറ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് പാരലൽ കണക്ഷൻ എന്താണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു എൻഡുകളെല്ലാം, ഓരോ എൻഡുകൾ, അതായത് സെയിം ആയിട്ടുള്ള എൻഡുകളെല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു, അടുത്ത എൻഡുകളെല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ നോക്കിക്കേ, R1, R2, R3 എന്ന് പറയുന്നതിന്റെ ഈ എൻഡുകൾ, ഇതിനെ നമുക്ക് സ്റ്റാർട്ടിംഗ് എൻഡെന്നും ഇതിനെ നമുക്ക് ഫിനിഷിംഗ് എൻഡെന്നും പറഞ്ഞാൽ, സ്റ്റാർട്ടിംഗ് എൻഡുകളെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കണക്ട് ചെയ്തു, ഫിനിഷിംഗ് എൻഡുകളെല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തു. എന്നിട്ട് അതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട് കൊടുത്തിരിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ്, ഈ സർക്യൂട്ടിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് I എന്ന് പറയുന്ന കറണ്ട് കടന്നു പോകുന്നു. ഈ പാരലൽ കണക്ഷനകത്ത് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ജംഗ്ഷൻ, ആ ജംഗ്ഷൻ പോയിന്റിൽ വന്നിട്ട് കറണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് പോകും. ഓരോ റെസിസ്റ്ററിലുള്ള കറണ്ടിന്റെ അളവ് വ്യത്യാസമായിരിക്കും. I1, I2, I3 എന്ന് പറയുന്ന മൂന്ന് കറണ്ടുകളായിരിക്കും കടന്നു പോകുന്നത്. ഈ കറണ്ടുകളെല്ലാം കൂടെ ഇതിലെ കൂടെ ഒഴുകി വന്ന് ഈ I1, I2, I3 ഒഴുകി വന്നിട്ട് ഇവിടെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ടോട്ടൽ കറണ്ട് പിന്നെ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, കറണ്ടിന്റെ ഇക്വേഷൻ എടുത്തിട്ടാണ് ഇതിനെ ക്രോസ് ആയിട്ടുള്ള കറണ്ട്, ഇതിനെ ക്രോസ് ആയിട്ടുള്ള കറണ്ട്, ഇതിനെ ക്രോസ് ആയിട്ടുള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു, ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ R1, R2, R3 എന്ന് പറയുന്ന മൂന്ന് റെസിസ്റ്റേഴ്സ്, they are connected in parallel across a potential V volt. V വോൾട്ടിന് അക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു മൂന്ന് റെസിസ്റ്റേഴ്സ്. Let I1, I2, I3 are the currents flowing through the resistors R1, R2, R3. R1 ന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് I1, R2 ന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് I2, R3 ക്ക് അക്രോസ് ആയിട്ടുള്ള കറണ്ട് I3 എന്ന് നമ്മൾ, അല്ലെങ്കിൽ അതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് I3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച്, ഓംസ് ലോ അനുസരിച്ച് നമുക്കറിയാം I = V/R1. അപ്പൊ അതുകൊണ്ട് I1 = V/R1. V എന്ന് പറയുന്നത് കോമൺ പൊട്ടൻഷ്യൽ, സെയിം പൊട്ടൻഷ്യൽ. അപ്പൊ അതുകൊണ്ട് V/R1. I2 എന്ന് പറയുന്നത് V/R2 ആയിരിക്കും. I3 എന്ന് പറയുന്നത് V/R3 ആയിരിക്കും. അപ്പോൾ നമ്മൾ I1 കണ്ടു, I2 കണ്ടു, I3 കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് ഈ മൂന്ന് റെസിസ്റ്റേഴ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഇതിന്റെ മൂന്നിന്റെയും റെസിസ്റ്റൻസ് ഉള്ള, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരൊറ്റ റെസിസ്റ്റൻസ് ഉണ്ട്, ഇക്വലന്റ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിന്റെ മൂന്നിന്റെയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരൊറ്റ ഇക്വലന്റ് റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്താൽ ഇതിലെ കൂടെ ഒഴുകുന്ന I എന്ന് പറയുന്ന കറണ്ട് അത് അവിടെ അതിനകത്തൂടെ മാത്രം ഒഴുകും. അതായത് ആ റെസിസ്റ്ററിൽ കൂടെ R എന്ന് പറയുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസിനകത്തൂടെ ഒഴുകും. അതുകൊണ്ട് നോക്കി, we replace all the three resistors by a single equivalent resistance capital R, ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് എന്തായിരിക്കും? V/R ആയിരിക്കും. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V ആണ്, ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആണ്, അതുകൊണ്ട് V/R. എന്നാൽ നമുക്കറിയാം ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്, ഇവിടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്ന I എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആയിട്ട് I1, I2, I3 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് I = I1 + I2 + I3 ആയിരിക്കുമല്ലോ. ഐയുടെ ഇക്വേഷൻ നമുക്കറിയാം, നേരത്തെ നമ്മൾ I1, I2, I3 ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അതുകൊണ്ട് I = V/R എന്നും I1 = V/R1, V/R2, V/R3 എന്നിട്ട് ആഡ് ചെയ്താൽ, V കോമൺ ആയിട്ട് എടുത്താൽ LHS-ലും RHS-ലും V കോമൺ ആയിട്ടുള്ളത് നമ്മൾ വെട്ടിക്കാലും ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1/R = 1/R1 + 1/R2 + 1/R3 ആയിരിക്കും. അതായത് നമുക്ക് കിട്ടുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, പാരലൽ കണക്ഷനകത്ത് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, റെസിപ്രോക്കൽ ഓഫ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. റെസിപ്രോക്കൽ ഓഫ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R = എത്ര ആയിരിക്കും? 1/R1 + 1/R2 + 1/R3.
ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെയും റെസിപ്രോക്കലുകളുടെ സം ആയിരിക്കും എന്ത് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ് 1/r = 1/r1 + 1/r2 + 1/r3. അതായത് reciprocal of the effective resistance when some resistors are connected in parallel connection the reciprocal of the effective resistance is the sum of the reciprocals of individual resistances. ഓരോ റെസിസ്റ്റൻസുകളുടെയും ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസുകളുടെ റെസിപ്രോക്കലുകളുടെ സം ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ പാരലൽ കണക്ഷനകത്ത് നമുക്ക് കിട്ടുന്നത് റെസിപ്രോക്കൽ ഓഫ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. 1/r ആണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് r ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ റെസിപ്രോക്കൽ ഓഫ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഈ പാരലൽ കണക്ഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദ മിനിമം ഇൻഡിവിജ്വൽ വാല്യൂ. അതായത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസുകളുടെ ഏറ്റവും ചെറിയ വാല്യൂ ഉണ്ടല്ലോ, അതിനേക്കാളിലും വളരെ കുറവായിരിക്കും എന്ത് ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം 500 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള ഒരു റെസിസ്റ്റർ ഉണ്ടെന്നിരിക്കട്ടെ. ഇതിനെ നിങ്ങൾക്ക് കുറച്ചിട്ട് 1 ഓമിൽ താഴെ ആക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതിന് പാരലായിട്ട് 1 ഓം റെസിസ്റ്റൻസ് കണക്ട് ചെയ്താണ്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ 1-ൽ കുറവായിട്ട് മാറും. ഇതിന് 500 ആയിരുന്നു, അതിന്റെ വില നമുക്ക് എന്ത് ചെയ്യാം, ഡിക്രീസ് ചെയ്തിട്ട് 1 ഓമിൽ താഴെ വരും. അപ്പം ഇങ്ങനെ 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മിനിമം വാല്യൂ ആയ 1 ഓമിനേക്കാൾ താഴെ ആയിരിക്കും എന്തെന്ന് എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഇനി അടുത്ത നോട്ട്, if only 2 resistors are in parallel, ഒറ്റ 2 റെസിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ പാരലായിട്ടുള്ളെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ കാണാനായിട്ട് നമ്മൾ 1/r ഇട്ടൊന്നും ചെയ്യേണ്ട, r ഇട്ട് ചെയ്യാം. r = r1 r2 / r1 + r2. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/r = എത്രയായിരിക്കും, 1/r1 + 1/r2 അല്ലേ ഇക്വേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെയ്താൽ r1 + r2 ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ r1 r2 കിട്ടും. ഇത് 1/r ആണ്, പക്ഷെ നമുക്ക് കാണുന്നത് r ആണ്. അപ്പൊ അത് r എന്ന് പറയുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ വരും, ദാറ്റ് ഈസ് r1 r2 / r1 + r2. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നോക്കിക്കേ 500 ഓമും 1 ഓമും അല്ലേ. ഇപ്പൊ 500 × 1 / 500 + 1. അപ്പൊ 500 × 1 എന്ന് പറയുന്നത് 500 ആണ്, ഡിവൈഡഡ് ബൈ 500 + 1 എന്ന് പറയുന്നത് 501 ഓം ആണ്. അപ്പൊ 501 ആണ്. 500/501 എന്ന് പറയുന്നത് 1-നേക്കാൾ ചെറിയൊരു വാല്യൂ ആയിരിക്കും. അടുത്ത ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, when n number of equal resistors are connected in parallel, equal resistance ഉള്ള n number of resistors. ഈക്വൽ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, 1/r + 1/r + 1/r + 1/r + എക്സെട്ര. കണ്ടോ, ഇവിടെ ഞാൻ 4 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും, ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് ന്യൂമറേറ്ററിലെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4/r കിട്ടും. പക്ഷെ ഇത് എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ. അപ്പൊ തിരിച്ചിട്ട് കഴിഞ്ഞാൽ r/4 കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ റെസിസ്റ്റൻസ് വാല്യൂവിനെ n കൊണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ എഫക്റ്റീവ് വാല്യൂ കിട്ടും. അപ്പൊ n number of equal resistances, equal resistance value equal resistance are connected in parallel, total resistance is equal to r/n. ഇവിടെ r എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് വാല്യൂ ആണ്. ഓക്കെ, താങ്ക് യു.